അസ്സലാമു അലൈക്കും. 6ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 3ാമത്തെ യൂണിറ്റ് 54ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ പേജിൽ വന്നിരിക്കുന്ന ജുംലത്തുൽ ഫിഅലിയയുമായി അതിനോടനുബന്ധിച്ച് വരുന്ന ഭാഗം തന്നെയാണ് നമ്മളവിടെ പഠിച്ചത്. ജുംലത്തുൽ ഫിഅലിയയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ജുംലത്തുൽ ഇസ്മിയ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജുംലത്തുൽ ഫിഅലിയ എന്ന് പറഞ്ഞാൽ ഫിഇല് കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ്, ഫിഇല് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് ജുംലത്തുൽ ഫിഅലിയ. അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുമ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ്. ജുംലത്തുൽ ഇസ്മിയ അല്ലെങ്കിൽ അൽ ജുമലുൽ ഇസ്മിയ. ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാചകങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. അൽ മുബാറാത്തു ഷദീദത്തുൻ. അൽ മുബാറാത്ത് മത്സരം, ഷദീദത്തുൻ ടഫാണ്, വളരെ കഠിനമായ മത്സരമാണ്. അൽ ഫരീഖു ഫായിസുൻ. അൽ ഫരീഖ് ടീം, ഫായിസുൻ വിജയിച്ചവരാണ്. ദഖായിഖു ബാക്കിയത്തുൻ. ദഖായിഖ് നിമിഷങ്ങൾ, ബാക്കിയത്തുൻ ബാക്കിയാണ്, നിമിഷങ്ങൾ അവശേഷിക്കുന്നു. ഇത്തരത്തിൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന വാക്യങ്ങളെയാണ് ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഒന്നാമത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് ഹർക്കത്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അടുത്ത വാക്കിനും കൊടുക്കുന്നത്. മുബാറത്തു ഷദീദത്തുൻ, അൽ ഫരീഖു ഫായിസുൻ, അദ്ദഖായിഖു ബാഖിയത്തുൻ. ഈ രീതിയിലാണ് ഇവ വരുന്നത്. ഏതൊരു വസ്തുവിനെയും നമുക്ക് വിശേഷിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ജുംലകൾ നിർമ്മിക്കാവുന്നതാണ്. താഴെ നമുക്ക് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കാം. ഉസൂറ വനുക്മിലു ജുമലിൽ ഇസ്മിയ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് ഇസ്മിയായ ജുംലകളെ നമുക്ക് പൂരിപ്പിക്കാമാണ്. കൊടുത്തിരിക്കുന്ന ചിത്രം അൽ ഖുറത്ത്, ബോളാണ്. ബോളിനെ വിശേഷിപ്പിക്കാവുന്ന എന്ത് പദവും നമുക്കിതിനോട് ചേർക്കാം. അൽ ഖുറത്തു ജമീലത്തുൻ, ബോൾ വളരെ മനോഹരമാണ്. അൽ ഖുറത്തു സഈറത്തുൻ, ബോൾ ചെറുതാണ്. അൽ ഖുറത്തു കബീറത്തുൻ, ബോൾ വലുതാണ്. ഇത്തരത്തിൽ ഏതും ഇതിനെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഏത് വാചകവും നമുക്കിവിടെ ഉപയോഗിക്കാം. അടുത്തത് ഡാഷ് വാസിഉൻ. വാസിഉൻ വിശാലമാണ്. തന്നിരിക്കുന്ന ചിത്രം ഒരു കളിസ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് രണ്ട് വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാം. അൽ മൽഅബു വാസിഉൻ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അൽ മൈദാനു വാസിഉൻ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഗ്രൗണ്ട്, മൈദാന് ഗ്രൗണ്ട്. അടുത്ത ചിത്രം ഡേഷ് നഷീത്തുൻ. നഷീത്ത് ഊർജസ്വലൻ, സ്മാർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഊർജസ്വലനാണ്. ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമത്തത്, കുട്ടി ഗോൾ പോസ്റ്റിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് അവന് ഗോൾ കീപ്പറാണ് എന്നുള്ള അർത്ഥത്തിൽ അൽ ഹാരിസുൽ മർമ നഷീത്തുൻ എന്ന് ഉപയോഗിക്കാം. അൽ ഹാരിസുൽ മർമ നഷീത്തുൻ, ഗോൾ കീപ്പർ ഊർജസ്വലനാണ്. അല്ലെങ്കിൽ കളിക്കാരൻ എന്ന രൂപത്തിൽ അല്ലാഇബു നഷീത്തുൻ, അല്ലാഇബു നഷീത്തുൻ എന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആൺകുട്ടി എന്ന രൂപത്തിൽ അൽ വലതു നഷീത്തുൻ, കുട്ടി ഊർജസ്വലനാണ് എന്നും ഉപയോഗിക്കാം. അടുത്തത് റഫറിയാണ്. ആദിലുൻ, നീതിമാൻ എന്നാണ്. അപ്പോൾ റഫറിയുടെ വാക്കാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അൽ ഹക്കമുൽ മുബാറാത്തി ആദിലുൻ, അൽ ഹക്കമുൽ മുബാറാത്തി ആദിലുൻ.